ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഹീറോന്റെ അച്ഛനുള്ള അതേ ഹോസ്പിറ്റലിലേക്കാണ് ഹീറോ വരുന്നത്. ഹീറോയുടെ പേര് കണ്ടതും അച്ഛൻ ഷോക്ക് ആകുന്നുണ്ട്. നിന്റെ പേരാണോ ചെൻലു? അതെ എന്ന് അവൻ പറയും. ഫാമിലി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ബിസിനസ് ആണെന്ന് പറയും. സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല് ബ്രദർ മാത്രമേ ഉള്ളൂ. എന്റെ ട്രീറ്റ്മെന്റിന് ഇതെല്ലാം ആവശ്യമാണോ സാർ? അങ്ങനെയല്ല, എനിക്ക് ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് 2 ഡെപ്പ് അവന്റെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്തോ ചെക്ക് ചെയ്യാൻ യൂറിനും മറ്റോ ആവശ്യമുണ്ടെന്നാ തോന്നുന്നത്. ഇത് കേട്ട് യാങ്ഷിയും അവർ നിന്റെ ഫാമിലിയെ കുറിച്ചൊക്കെ തിരക്കുന്നുണ്ടെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി പ്രതീക്ഷിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്താണെങ്കിലും ഒന്നുമില്ല, നീ അറിഞ്ഞങ്ങ് കൊടുത്തേക്കെന്ന് പറയും. ഹീറോ തിരികെ വന്ന് ഡെപ്പ് തിരികെ കൊടുത്താൽ അത് കാലിയായിട്ടിരിക്കുന്നത്. ഡോക്ടർ, എനിക്ക് നല്ല രീതിയിൽ പെയിൻ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരാം. ഇത് വളരെ വലിയ പ്രശ്നമാണ്. നെക്സ്റ്റ് വീക്ക് വരെ വേദന ഉണ്ടെങ്കിൽ കൂടുതൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ നൈസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ലല്ലോ. ഓ, വളരെ നല്ലത്. ആദ്യം നിന്റെ ഹെൽത്ത് ആണ് പ്രധാനം, അത് കഴിഞ്ഞ മതിയല്ല. ഇപ്പോ ഗേൾ ഫ്രണ്ടിനെ ഒന്ന് നോക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞയക്കുവാണ്. നമ്മുടെ ഹീറോയിന്റെ അച്ഛന് നല്ല രീതിയിൽ പേടിയുണ്ടെന്നാ തോന്നുന്നത്. അവര് പോയി കഴിഞ്ഞ് അവരുടെ ബുക്ക് തുറന്ന് നോക്കിയാല് അതിൽ ക്യാഷ് വെച്ചിരിക്കുന്നു. ഇത് കണ്ട ഹീറോയിന്റെ അച്ഛന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ആ പയ്യൻ എന്താ ഇപ്പൊ കാണിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ഒച്ചയെടുക്കാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ ഹീറോയിനും ചായം എങ്ങനെയെങ്കിലും ക്യാഷ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണല്ലോ. സോ ഷോപ്പുകളൊക്കെ കയറി ഇറങ്ങി ഫുഡ് റിവ്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഹീറോ വരാത്തത് കൊണ്ട് പുതിയ ക്യാമറമാനെ ഒക്കെ ഒപ്പിക്കുന്നുണ്ട്. ഇതാണ് പുതിയ ക്യാമറമാൻ, പേര് ഗോയു. 3 പേര് റെഡി ആയിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ഞാനെടുത്ത ഫോട്ടോസാ. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫസ്റ്റ് ഇയർ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവന്റെ ഫോട്ടോസ് ഒക്കെ മാഗസീനിൽ വന്നിട്ടുണ്ട്. പോരാത്തതിന് ടിവിയിലൊക്കെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സൂപ്പർ സ്കില്ലാണ് അവന്. എന്റെ ഐഡൽ അവൻ തന്നെയാണ്. എത്ര പെമ്പിള്ളേരാ അവന്റെ പിന്നാലെ പ്രാന്ത് പോലെ ചുറ്റി നടക്കുന്നതെന്ന് അറിയാമോ എന്ന് ഗോയു നിർത്താതെ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ടിട്ട്, എടി സൂയ, ഇവൻ ചെന്നിനെ കുറിച്ചാണോ ഇനി പറയുന്നതെന്ന് ചോദിച്ചാല് എനിക്ക് അങ്ങനെ തന്നെയാ തോന്നുന്നതെന്ന് പറഞ്ഞ് അവള് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോ 3 പേരും പോകാൻ ഉദ്ദേശിച്ച് സെലക്ട് ചെയ്ത് വെച്ച് ആദ്യ ഷോപ്പിലെത്തി. ചായ കുടിച്ച് തുടങ്ങാന്ന് കരുതി വായിലേക്ക് വെച്ചാല് അത് ഇറക്കാനേ കൊള്ളില്ല, വായില് വെക്കാനേ കൊള്ളത്തില്ല. അത്രയ്ക്ക് മോശമായിട്ടുണ്ട്. പോട്ടെ, അടുത്തത് നല്ലതെന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് നോക്കിയാല് ഗോയി കഴിച്ച് നോക്കിയിട്ട് വേണ്ട വേണ്ട, അത് വായിലേക്ക് വെക്കല്ലേ, ഇത്രയ്ക്കും കൊള്ളില്ലാത്ത ഫുഡ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയും. വേണമെങ്കിൽ ക്യാഷിന് വേണ്ടി നമുക്ക് തള്ളിമറിച്ച് റിവ്യൂ ഇട്ടാലോ. പക്ഷേ അത് ഹീറോയിനെ കൊണ്ടും അവളെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോ ഹീറോയ്ക്ക് ടെക്സ്റ്റ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട് വിളിക്കുവാണ്. അതും ക്യാഷ് കൊടുത്ത് അവനെ വിളിച്ചു വരുത്തുന്നുണ്ട്. മിസ്റ്റർ ഫു നമ്മുടെ ഹീറോയ്ക്ക് ഒരു റേസിംഗ് ഫോട്ടോഗ്രാഫി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ട ഹീറോയിനും, അത് ശരി, ഞാൻ പറഞ്ഞ വർക്കിന് നിനക്ക് ടൈമില്ല, മിസ്റ്റർ ഫു പറഞ്ഞ വർക്കിന് നിനക്ക് ടൈമുണ്ട്. നീ പറഞ്ഞ വർക്കിനേക്കാളും പേയ്മെന്റ് ഇതിൽ കൂടുതൽ കിട്ടുമെന്ന് തോന്നി, അതുകൊണ്ടാന്ന് പറഞ്ഞതും ഓ അങ്ങനെയാണോ എന്ന് ഹീറോയിൻ ചോദിക്കും. ഹീറോയിനും, ശരി, ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും വർക്കൗട്ട് ആയില്ല, ഫുഡ് റിവ്യൂസ് ചെയ്ത് ക്യാഷ് സമ്പാദിക്കാമെന്നാ വിചാരിച്ചേ. ഇനി അതിനുള്ള കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല, തിരിച്ച് വീട്ടിലേക്കാ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞതും കണ്ടതൊക്കെ ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നിനക്ക് നിന്നിലെ വിശ്വാസമുണ്ടോ? നീ ഏതിലാണ് ബെസ്റ്റ് എന്ന് വെച്ചാൽ അത് തന്നെ നല്ലതുപോലെ ചെയ്യും. അപ്പോ നിനക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതും ഇപ്പോ ഞാൻ വീട്ടിലേക്ക് പോകാനാ നിന്നത്. ഇപ്പോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എനിക്ക് കോൺഫിഡൻസ് വന്ന് തുടങ്ങിയാന്നാ തോന്നുന്നത്. ശരി, നീ ചെയ്യുന്ന വർക്ക് ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചാല് ഇവളെന്താ എന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുവാണെന്നാണ് ഹീറോ ചിന്തിക്കുന്നത്. അതിനൊക്കെ നിനക്ക് ടൈം ഉണ്ടാകോ? പിന്നെന്താ, ധാരാളം ടൈം എനിക്കുണ്ട്, ഞാൻ തീർച്ചയായിട്ടും വരുമെന്ന് ഹീറോയിൻ പറയും. പെട്ടെന്ന് വഴിയിലെ ഒരു കപ്പിൾസ് ഇരുന്ന് കിസ് ചെയ്യുന്നത് കണ്ടതും ഹീറോ അത് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അവര് കിസ് ചെയ്യുന്നത് കാണാൻ അത്രയ്ക്ക് ഭംഗിയാണോ? ഞാൻ ക്യാഷ് തന്നിട്ടാണ് സാർ നിങ്ങളെ സംസാരിക്കാനായിട്ട് വിളിച്ചു വരുത്തിയത്. ഇത് കേട്ട ഹീറോയും, ശരി ശരി, അങ്ങോട്ട് വരുമ്പോ സ്കേർട്ട് ധരിക്കരുത്, പാന്റ് ധരിച്ചിട്ട് വരണമെന്ന് പറയും. ഹീറോയിനും ഓക്കെ പറയുന്നുണ്ട്. ശരി, ഇന്ന് നാളെ മുഴുക്കെ ആരും ഒന്നും കഴിച്ചിട്ടില്ല, ചായയും ഒക്കെ ഭയങ്കര വിശപ്പിലുള്ളത്. സോ അവർക്കും വേണ്ടി ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓർഡർ ചെയ്യും. ഇവരുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതും ഹീറോയ്ക്ക് ഇപ്പൊ പറഞ്ഞ പൈസ കൊടുക്കണ്ടേ, അതിന്റെ കൂടെ അവള് ഫുഡിന്റെയും പകുതി പൈസ അയച്ചു കൊടുത്തതും ഇവനെ എന്തോ പോലെ ആകുന്നുണ്ട്. പക്ഷെ അവനൊന്നും മിണ്ടാതെ തന്നെ നേരെ വർക്കിലേക്ക് വന്നു. അവിടെ ഒരു റേസർ പയ്യനുണ്ട്, ഇവന്റെ ഫ്രണ്ടാണ്. അവനോട് ചോദിക്കും, എടാ, ഒരു പെൺകുട്ടി നിനക്ക് പേ ചെയ്യുന്നു, അതിനർത്ഥം എന്താന്ന് ചോദിച്ചാല് അതിന് അർത്ഥം എന്താന്ന് വെച്ചാല് നിന്നെ ഇനി കാണണ്ട എന്ന രീതിയിലായിരിക്കും. ഇനി നീ പേ ചെയ്തിട്ട് പകുതി അവള് പേ ചെയ്യുവാണെങ്കിൽ ഇത് വെച്ചിട്ട് അടുത്ത പ്രാവശ്യവും മീറ്റ് ചെയ്യാം എന്ന പോലെ ആയിരിക്കും. ഇതില് അവള് മാത്രമാണ് പേ ചെയ്യണമെങ്കിൽ അടുത്ത വട്ടം നിന്നെ കാണാനേ പാടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത് കൂടി കേട്ടതും ഹീറോ ആകെ അപ്സെറ്റ് ആകുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ മെസ്സേജ് അയക്കും, നാളെ ചായും നിന്റെ വർക്ക് കാണാൻ എന്റെ കൂടെ വന്നോട്ടെ എന്ന്. നിന്റെ ഇഷ്ടം പോലെ എന്ന് ഹീറോ പറയാണ്. പിന്നെ എന്റെ ക്യാമറമാനും ഗോയും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചാല് ക്യാമറമാൻ ഗോയോ? ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരാളോ എന്ന്
നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ചെയ്യുന്ന ഹീറോയ്ക്ക് തീരെ ഇഷ്ടാകുന്നില്ല. ഇപ്പോ ഹീറോ വർക്കിലായിരിക്കുമ്പോ ഹീറോയുടെ കൊളീഗ്സ് ഉണ്ടാകുമല്ലോ, ആ പയ്യൻ ഫോട്ടോസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ ലൂ എന്ന ഒരുത്തം വന്ന് നിന്നോടൊക്കെ എത്ര തവണ പറയണം എന്റെ റൈഡിങ് ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. എന്റെ ബൈക്കിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്റെ ഒക്കെ ക്യാമറ ഉടച്ച് കയ്യിൽ തരുമെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. ഹീറോ വന്ന് ഹലോ ബോസ്, നിങ്ങൾക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണോ നിങ്ങളുടെ ബൈക്ക്, അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമറ. ഫിനിഷിംഗ് ലൈൻ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ എടുക്കാമെന്ന് ഹീറോ പറയും. റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഹീറോ എടുത്ത ഫോട്ടോസ് ഒക്കെ നോക്കിയാൽ സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ലൂവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഹീറോയിൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നീ അവിടെ വർക്കിലാണെങ്കിൽ സാരമില്ല, ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, വരുന്നില്ലെന്ന്. ഞാൻ വർക്കിലാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ഇല്ല, നിന്റെ മൊമെന്റ്സ് കണ്ടു അങ്ങനെ മനസ്സിലായെന്ന് പറയും. അതിന് നീ അതൊക്കെ ചെക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ചെക്ക് ചെയ്തതൊന്നല്ല, ഞാൻ എന്റെ ഒരു പോസ്റ്റിന് ക്യാപ്ഷൻ ഇടാൻ നോക്കിയപ്പോ എനിക്ക് ലൈൻസുകളൊന്നും കിട്ടിയില്ല, അപ്പൊ നിന്റെ വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കണ്ടതാന്ന് പറയും. ഇത് കേട്ട ഹീറോയും സൂയ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ നമ്മൾ വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ശരി ശരി നാളെ ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞ് ലൈറ്റ് ആയിട്ട് അവന് സന്തോഷാകുന്നുണ്ട്. നെക്സ്റ്റ് ഡേ അവർ രണ്ടുപേരും വരുന്നുണ്ട്. മൂന്നാമത് ഗോയു എല്ലാവർക്കും മിൽക്ക് ടീയുമായിട്ട് വരുവാണ്. ഹീറോയെ കണ്ടതും ഭയങ്കര ഷോക്കാകുന്നുണ്ട് അവന്. ഓ മൈ ഗോഡ്, നിങ്ങളാണ് എന്റെ ഐഡൽ, അറിയാമോ? നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ അത്രയ്ക്ക് അടിപൊളിയായിരിക്കും, എന്റെ അത്രയും ഫേവറേറ്റ് ആണ് നിങ്ങളെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് എക്സൈറ്റ്മെന്റിൽ പറയാൻ തുടങ്ങിയതും ഓക്കെ ഓക്കെ അകത്തേക്ക് വാ പോകാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴാണ് ലീ തങ് വന്ന് ആലു ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നേ, നീ ഒന്നെങ്കിലും വന്ന് സംസാരിക്കെന്ന് പറഞ്ഞു വരുമ്പോ ഹീറോയിനെ കണ്ടതും ഓ നീ പറഞ്ഞത് ഈ കുട്ടിയാണോ എന്ന് അവളെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കുവാണ്. അവന്റെ വായടച്ചിട്ട് വേഗം വേഗം ഉള്ളിലേക്ക് വാ, നമുക്ക് പോകാൻ സമയമില്ലെന്ന് പറഞ്ഞ് ഹീറോ ഒരു വിധത്തിൽ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇപ്പോ ഹീറോയ്ക്ക് വേണ്ടി ഇവർ ഉള്ളിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഗോയു ഇവർക്ക് വേണ്ടി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. നീയും ചെനും വളരെ അത്രയ്ക്കും ക്ലോസ് ആണെന്ന് തോന്നുന്നല്ലോ, എന്നോട് നീ പറഞ്ഞേ ഇല്ല. അത് ശരി, അവൻ എന്ത് മേജർ ആണ് എടുക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാല് അങ്ങനെയല്ല, ഞങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് ക്ലോസ് ഇല്ലെന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഹീറോ വന്ന് കേൾക്കുവാണ്. ഹീറോയുടെ ഫേസ് ആകെ മാറുന്നുണ്ട്. ഇതിനിടയിൽ ആ ഗോയു പയ്യൻ ഹീറോയുടെ അടുത്ത് വന്ന് ബളബളാന്ന് സംസാരിച്ച് കുളമാക്കാൻ നോക്കിയതും വാടെ നമുക്ക് പുറത്ത് പോയി കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് നൈസായിട്ട് ചായ അവനെ വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഇപ്പോ ഇവര് രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. നീ നൈറ്റ് ഫ്രീ ആണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പുറത്ത് പോയാലോ എന്ന് ഹീറോയിൻ ചോദിച്ചതും ഇല്ലില്ല, എനിക്ക് വർക്കുണ്ടെന്ന് പറയും. പെട്ടെന്ന് അവൻ പോയി ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഗോയുമായിട്ട് നീ അത്രയ്ക്ക് ക്ലോസ് ആണോ എന്ന് ചോദിച്ചാല് ഇല്ലില്ല, യാങ്ഷിയുടെ അത്രയും ഇല്ലെന്ന് പറയും. ഓ മനസ്സിലാകുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് അവനായിട്ട് മാത്രം ബില്ല് സ്പ്ലിറ്റ് ചെയ്തില്ല? ഞാൻ ഒഴികെ നീ മറ്റുള്ളവരെല്ലാവരുമായിട്ട് വളരെ ക്ലോസ് ആണ്. പക്ഷേ നമ്മൾ ഒരുമിച്ച് ഷൂട്ടിംഗ് സ്റ്റാർ കണ്ടിട്ടുണ്ട്, ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പോരാത്തതിന് എന്റെ വർക്കിംഗ് പ്ലേസിൽ നീ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ക്ലോസ് ആകാൻ വേറെ എന്താ വേണ്ടതെന്ന് ഹീറോ ചോദിക്കും. ഇപ്പൊ ഗോയുവിന് പേ ചെയ്തില്ലെങ്കിൽ എന്താ, ഇന്നത്തെ മൊത്തത്തിലെല്ലാം കഴിഞ്ഞിട്ട് അവന് ഞാൻ പിന്നീട് സെപ്പറേറ്റ് പേ ചെയ്തോളാം. ഓ അതുകൊണ്ടാണോ നീ ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചാല് ഞാൻ ദേഷ്യപ്പെട്ടില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്, കുറെ സംസാരിച്ചിട്ടുണ്ട്, എന്നിട്ട് നീ അവനോട് നമ്മൾ ക്ലോസ് അല്ലെന്ന് പറഞ്ഞതോ? ഞാൻ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞത്. നിന്നെക്കുറിച്ച് എനിക്ക് അത്രയും അറിയില്ല എന്നാണ് പറഞ്ഞത്. അവൻ അറിയുന്ന കാര്യങ്ങൾ എന്നോട് പറയുമ്പോഴാണ് നിന്നെക്കുറിച്ച് ഞാൻ അറിയുന്നത്. ഓ അതുകൊണ്ടാണോ ക്ലോസ് അല്ലെന്ന് പറഞ്ഞത്? എന്റെ അനിയൻ വീട്ടു വിട്ട് ഓടിപ്പോയി കഴിഞ്ഞാൽ അത് ന്യൂസിൽ വരും. എന്റെ അമ്മ TV സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്, അവരുടെ വീഡിയോയ്ക്ക് പ്രോബ്ലം ഉള്ളത് കണ്ടാണ് എന്റെ വീഡിയോ TV വന്നത്. ഇതിലൊക്കെ നീ പറയുന്നത്രേ അറിയാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞതും ശരി ശരി നീ അപ്സെറ്റ് ആയല്ലേ, ശരി ഞാൻ നിനക്ക് ജോക്ക് പറയാമെന്ന് പറഞ്ഞിട്ടേ അവള് പറയാൻ തുടങ്ങിയതും ചായ ഓടി വന്ന് എടി നിനക്ക് ക്യാഷ് സമ്പാദിക്കാൻ കറക്റ്റ് ആയിട്ട് ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളും വലിച്ചോണ്ട് ഓടിപ്പോകുവാണ്. പെട്ടെന്നായതുകൊണ്ട് ഹീറോ ഒരുമാതിരി ആകുന്നുണ്ട്. ഇവിടെ ചായ കൂട്ടിക്കൊണ്ട് വന്നത് ആരെങ്കിലും ഈ റേസിംഗിൽ പങ്കെടുത്ത് വിൻ ചെയ്താല് 5000 റൺ പ്രൈസ് മണി ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞതും ഒന്നും നോക്കിയില്ല, നമ്മുടെ ഹീറോയിനും ആപ്ലിക്കേഷൻ ഫോം ഒക്കെ വാങ്ങാനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ടീമിൽ മെമ്പർ ആയാൽ മാത്രമേ പ്രൈസ് മണി കിട്ടൂ, അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെന്ന് അറിഞ്ഞതും എന്നാ പോട്ടെ ഞാൻ ചേരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവര് തിരികെ പോരുവാണ്. അപ്പൊ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് തങ്ലിയുടെ അനിയത്തി വരുന്നുണ്ട്. അവളെ ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞതും ഹീറോ ഓക്കെ പറഞ്ഞ് അവളെ പിക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ തിരികെ പോകാൻ നിൽക്കുമ്പോ ആ ലൂ ആണെങ്കിൽ നമ്മുടെ ഹീറോയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അവൻ ആരാണെന്ന് അവന്റെ വിചാരം, അവന്റെ ഫോട്ടോസ് ഒന്നും അത്രയ്ക്ക് നല്ലതൊന്നല്ല, ഇതിലും ഭംഗിയായിട്ട് ഫോട്ടോസ് എടുക്കുന്ന എത്രയോ പേരുണ്ട്, ഇവനൊക്കെ ആവറേജ് ആണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങുവാണ്. ഇത് കേട്ട് ഗോയുവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവന്റെ ഐഡലിനെ കുറിച്ചാണല്ലോ പറയുന്നത്, വന്ന് രണ്ട് പറയാമെന്ന് വെച്ച് വന്നാല് ഹീറോയിൻ ഓടി വന്ന ഇടയിൽ കയറി ഓ നീ ഇവിടുത്തെ മെമ്പർ ആണല്ലേ,
ശരി, നമുക്ക് രണ്ടുപേർക്കും പ്രൈസ് വെച്ചാലോ? തോറ്റുപോയാല് ആ 5000 ഞാൻ എനിക്ക് തരണം. ഹീറോയിനെ കണ്ടതും അവന് ചിരിയാണ് വരുന്നത്. അവൻ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയതും അതുമാത്രമല്ല ഞാനിപ്പോ റേസിംഗിൽ വിൻ ചെയ്താല് നീ ചെന്നിനോട് പോയി സോറി പറയണമെന്ന് പറയാണ്. ഇവിടെ ഹീറോ തങ്ങളിയുടെ അനിയത്തിയുമായിട്ട് തിരിച്ചു വരുമ്പോ ആ പെൺകുട്ടി ഒരു ഐസ്ക്രീം കണ്ടതും എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുവാണ്. ഐസ്ക്രീം വാങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് ഹീറോയിൻ ഇതേപോലെ ഒരു റേസിംഗിൽ ചേർന്നു എന്ന് പറഞ്ഞ് കേട്ടതും ഹീറോ ഓടി വന്ന് നോക്കുന്നത്. ഹീറോയിനോ റൈഡിങ്ങിന് വേണ്ടി എല്ലാം റെഡി ആയിട്ട് സൂട്ടൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ്. ഹീറോയെ തിരിഞ്ഞു നോക്കി അവൾ ഒന്ന് ചിരിക്കുവാണ്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.